സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഒരു വിഭാഗം പട്ടിണി. അവരുടെ ജീവിതം അങ്ങേയറ്റം അനിശ്ചിതത്വത്തിലാണ്. മത്സ്യസമ്പത്ത് ഇല്ലാതെ വന്നതോടുകൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ ആകെ വിഷമസ്ഥിതിയിലായത്. അവരുടെ വിഷമാവസ്ഥ നാം കാണേണ്ടതാണ്, അറിയേണ്ടതാണ്. പതിനായിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിൽ. പ്രകൃതിക്ഷോഭം വന്നതോടുകൂടിയാണ് മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾ സാമ്പത്തികമില്ലാതെ വലയുന്നത്. ലേലഹാൾ മീനില്ലാതെ ഉണങ്ങി വരണ്ടു. മത്സ്യം തൂക്കുന്ന നിരവധി ത്രാസും നിശ്ചലമായി. മത്സ്യസമ്പത്ത് നിലച്ചതോടെ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബം പട്ടിണിയിലായി. വിദ്യാർത്ഥികൾക്കും പഠനാവശ്യങ്ങൾക്കും ആവശ്യമായ ബുക്ക്, ബാഗ്, കുട, പെൻസിൽ, പേന തുടങ്ങിയവ വാങ്ങുവാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത് ഇതാണ്. കടപ്പുറത്ത് ഇപ്പോൾ 12 ദിവസം കൊണ്ട് പണിക്ക് പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒന്നുമില്ല, കടപ്പുറത്തെ മത്സ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ സർക്കാരിൻ്റെ പറയണം, ഞങ്ങൾക്ക് എന്താണെന്നുള്ള ആനുകൂല്യങ്ങൾ തരാനുള്ള ഒരു കാര്യങ്ങൾ ഒപ്പിച്ചേരണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഈ കാലാവസ്ഥ മോശമായതുകൊണ്ടാണോ? കാലാവസ്ഥ മോശം. ഇപ്പോൾ ന്യൂനമർദ്ദനം കയറി വരുന്നത്. അപ്പോൾ മത്സ്യത്തൊഴിലാളിക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല. പണിക്ക് പോയാലും ഒരു രക്ഷയുമില്ല. ഇപ്പൊ ഈ സ്കൂൾ തുറപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിനെ കുറിച്ച് എന്താണ്? ജൂൺ ജൂലൈയിൽ ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണ്ടേ, ഞങ്ങളുടെ മക്കളെ വിടണ്ടേ? ഞങ്ങളിപ്പോൾ കടലിൽ പോയി വായ്പ ഇട്ടില്ലെങ്കിൽ ഞങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ മക്കളെ എങ്ങനെ സ്കൂളിൽ വിടും? ഞങ്ങളുടെ വീട്ടിൽ ഉപജീവന മാർഗമില്ല. ഞങ്ങൾ ഇപ്പോൾ തീരത്ത് വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 10 ദിവസം ഞങ്ങൾ പണിക്ക് പോയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ തീരത്ത് വന്ന് ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും. സർക്കാർ കണ്ടു തുറന്നാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. സർക്കാർ കണ്ടു തുറന്നാൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഞങ്ങൾ ജീവിക്കും. എൻ്റെ പേര് ജോസഫ്. മത്സ്യം വിഷമാണെന്ന് പറഞ്ഞു വരുത്തിയതായും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കപ്പൽ മറിഞ്ഞ് കണ്ടെയ്നർ ഒഴുകി നടന്ന സംഭവത്തിലൂടെയാണ് മത്സ്യത്തിൽ വിഷാംശം കലർന്നതെന്ന് ആരോപണം തൊഴിലാളികൾ പാടെ തള്ളി. തങ്ങളുടെ മക്കളും കുടുംബവും കഴിക്കുന്നത് ഇതേ മത്സ്യമാണെന്നും ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണമെന്നും കടലിൽ ഉപജീവനം നടത്തുന്നവർ അഭിപ്രായപ്പെട്ടു. മത്സ്യം വിഷമാണെന്ന് നുണപ്രചാരണത്തിലൂടെ കടന്നുപോവുകയാണെന്നും മത്സ്യമേഖല അഭിപ്രായപ്പെട്ടു. ന്യൂസ് കേരളം 24.